ഉന്നത കുലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക. പാവം. ഇന്നത്തെ സെറ്റിൽ ഒരു അതിഥിയുണ്ട്. ഈ കാണുന്നതാണ് ആ അതിഥി. വാഴക്കൊല. ഇതെന്ത് വാഴക്കുലയോ? അല്ല അല്ല, ഇത് വെറും വാഴക്കുലയല്ല, ഉന്നത കുല. ഉന്നത കുലജാതൻ. ശ്രദ്ധിക്കുക, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് യോജിച്ച വർത്താനൊന്നും അല്ല ഇത്. എന്നാ കൊല വേഗം ഇരുന്ന് തിരിയട്ടോ. ഒന്നും കൂടി ശ്രദ്ധിക്കുക, CK ജാനുവിന്റെ പാർട്ടി NDAയിലെ ഒരു ഘടകകക്ഷിയാണ്. ഞാൻ പിൻവലിക്കുന്നു. ഇങ്ങനെ തന്നെ കൊടുക്കും. നിങ്ങൾക്കാർക്കും ഉന്നത കുല വേണ്ടെങ്കിൽ സുരേഷ് ഏട്ടനും വേണ്ട. വായി തോന്നുന്ന എന്തെങ്കിലും വിളിച്ചു പറയുന്ന രാഷ്ട്രീയക്കാരനൊന്നല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചങ്ങമ്പിള്ളിയുടെ വാഴക്കൊല വായിച്ചിട്ടുണ്ടോ? വാഴക്കൊല വായിക്കേ, ഞാൻ വായിച്ചിട്ടില്ല. സുരേഷ് ഏട്ടാ, നമുക്ക് ഉന്നത കുലയിലേക്ക് കടക്കാം. എന്റെ പ്രസംഗം കുറച്ച് നീളം കേട്ടോ. കുറച്ച് ചോദ്യങ്ങൾ പറ്റുമോ? ഒരു 4-5 ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവൊക്കെ നമുക്ക് ഇതിനകത്ത് തരപ്പെടുമെന്ന് നോക്കാം, സമയം അനുവദിക്കുകയാണെങ്കിൽ. അടിയൻ. അപ്പൊ ഇവിടെ ഈ വേദിക്ക് മുഴുവൻ എന്റെ നമസ്കാരം. സുരേഷ് ഏട്ടാ, പിന്നെ കേരളത്തിലുള്ള കുറെ പേർക്ക് സംശയമുണ്ട്, എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് ഇത്രപാട് എയിംസ് കിട്ടിയെന്ന്. ഒന്ന് പറഞ്ഞു കൊടുക്കൂ. 2015 ഈ മറ്റ് 27 എയിംസുകളുടെ അതിനകത്ത് ആദ്യം 6-7 എയിംസ് ആണ് പ്രഖ്യാപിച്ചത്. അപ്പൊ തന്നെ കേരളത്തിലും കിട്ടി. വാഴക്കൊല. എന്ത് ഒരു ഉന്നത കുല. ആ പദ്ധതിയിൽ കേരളത്തിന് ഒരെണ്ണം കിട്ടുമെങ്കിൽ അത് ആലപ്പുഴയ്ക്ക് കൊടുക്കണേ എന്ന് അപേക്ഷിച്ച ആളാണ് ഞാൻ. വാഴക്കൊല ഇല്ലത്തേക്ക് കൊണ്ടുചെല്ലാൻ ഇമ്രാൻ കൽപ്പിച്ചിരിക്കുന്നു. കിട്ടിയോന്നാ? പിന്നില്ലാണ്ട് ആലപ്പുഴയിലെ ഇപ്പോ വാർഡുകൾ തോറും എയിംസ് ആണ്. 2016 രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞു. അന്ന് മുതൽ ആലപ്പുഴയ്ക്ക് വേണ്ടി വാദിക്കുന്നയാളാണ്. അതുകൊണ്ടാണ് വാർഡുകൾ തോറും എയിംസ് ആയ. ആലപ്പുഴയും കൂടെ ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് കൊടുത്താൽ അതിനുവേണ്ടി ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. യുദ്ധം ചെയ്യും. സാറ് കുതിരപ്പുറത്ത് കയറി അമ്പും വില്ലും ഒക്കെ എടുത്തിട്ട് അസ്ത്രം വിടും. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്. സാറേ, ഇവരൊക്കെ ചോദിക്കുകയാണേ, എങ്ങനെയാണ് ഈ ഉന്നത കുല സെറ്റിൽ വന്നതെന്ന്. പരാമർശമല്ല, ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത്. ഹൃദയത്തിൽ നിന്ന് വന്നതാണ് വാഴക്കൊല. ഈ കുല. വായി തോന്നുന്ന എന്തെങ്കിലും വിളിച്ചു പറയുന്ന രാഷ്ട്രീയക്കാരനൊന്നല്ല. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞത്? എന്താണ് നിങ്ങൾ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് 38,500 കോടി രൂപ ആദിവാസികൾക്ക് വേണ്ടി നീക്കിവെച്ചത് അവരുടെ ജീവിതത്തിൽ എവിടെ എത്തിയെന്നൊന്ന് കാണിച്ചു തരണം ഉദ്യോഗസ്ഥർ. ഓ, അങ്ങനെയാണല്ലേ പറഞ്ഞേ? അല്ല, പിന്നെ നിങ്ങൾ എന്താണ് മോദിജിയോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം? ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. ഇനി ട്രൈബൽ വകുപ്പ് മാത്രമേ റെഡിയാക്കാനുള്ളൂ, ബാക്കി കിട്ടിയ വകുപ്പുകളൊക്കെ റെഡിയാക്കി. സിനിമ ഞാൻ ചെയ്യും, പക്ഷെ എന്റെ പാഷൻ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അല്ല, എന്താണ് അങ്ങനെയൊരു വകുപ്പ് നിങ്ങൾ മോദിജിയോട് ചോദിക്കാൻ കാരണം? ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. അത് വലിയൊരു പ്രശ്നമാണ്. സവർണ ആളുകളും സവർണ മനോഭാവവും അല്ലാത്ത ഒരാള് ഇതുവരെ ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റേ കൈകാര്യം ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ആഗ്രഹം പറയും. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്. ഇനിയപ്പോ നമുക്ക് ഉന്നത കുലയിലേക്ക് കടക്കാം. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഓക്കെ, ആരാണ് ആ കുലൻ? സാറാണ് ആ നകുലൻ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ. അല്ല സാറേ, ആരാണ് ഈ ഉന്നത കുല? ഉന്നത കുലജാതൻ ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവര് നോക്കട്ടെ. വാഴക്കൊല. കാലം കടന്നു പോകുന്നൊന്നും സാറ് അറിയുന്നേയില്ല. നകുലനായി ജീവിക്കുകയാണ് സാർ. അത് ഈ പൊളിറ്റിക്കൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് യോജിച്ച വർത്താനൊന്നും അല്ല ഇത്. ഉന്നത കുലനായാലും എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ വലിയ വ്യത്യാസമുണ്ടാകും. ഓ, എന്തിന്റെങ്കിലും അടിസ്ഥാനത്തിലാണോ സാർ ഇത് പറഞ്ഞതെന്നാ? എന്തടിസ്ഥാനം? ഏത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്, എന്ത് പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഇതൊന്നും ഇല്ലാതെ ചുമ്മാ വായി തോന്നുന്ന എന്തെങ്കിലും പറയലാണോ? അല്ല, ഉന്നത കുലയാകാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആ ചിട്ടവട്ടങ്ങളുടെ പേരാണ് സാറേ ജനാധിപത്യം. അതിനകത്ത് ആദിവാസിയെന്നോ ദളിതനെന്നോ സവർണനെന്നോ ഈ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അങ്ങനത്തെ വ്യത്യാസമൊന്നും അതിനകത്തില്ല സാറേ. പിന്നെ ഈ ഉന്നത കുലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക. പാവം. അല്ല, എന്താണ് അവരുടെ ഉദ്ദേശം? ഈ ബഡ്ജറ്റിന്റെ നന്മ കെടുത്തിക്കളയാൻ.
സോ സിമ്പിൾ ആണ്. അതിനെ നമുക്ക് അങ്ങനെ ലഘൂകരിച്ച് കാണാൻ പറ്റില്ല. സാറേ, നിങ്ങൾ പുറപ്പെടുവിച്ച ഈ ഉന്നത കൊലക്കെതിരെ വലിയ വിമർശനങ്ങളുണ്ടല്ലോ. അത് ഇഷ്ടപ്പെട്ടില്ല, അതും ശരിയല്ല, ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. ഇങ്ങനെ തന്നെ കൊടുക്കും. ഓക്കെ, മറ്റൊരു ഉന്നത കൊലയുമായിട്ട് വാഴക്കൊല പിന്നെ കാണാം.